കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പല സീറ്റുകളിലും തർക്കം തുടരുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരും. അതേസമയം കണ്ണൂർ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ. നിലപാട് വ്യക്തമാക്കാൻ സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു കണ്ണൂർ സീറ്റ് വേണമെന്ന നിലപാടിൽ തന്നെ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കെ സുധാകരന്റെ കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. സുധാകരൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കണ്ണൂരിൽ തനിക്ക് മത്സരിക്കണമെന്ന നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകാൻ ഇപ്പോഴും സുധാകരൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ രാത്രി കെ.സി. വേണുഗോപാൽ സുധാകരനുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. എന്നിട്ടും സുധാകരൻ വഴങ്ങിയിട്ടില്ല. പല നേതാക്കളും ഇന്നലെ രമേശ് ചെന്നിത്തല അടക്കം നേരിട്ട് സുധാകരനുമായി സംസാരിച്ചെങ്കിലും പിന്നോട്ട് മാറാൻ ഇതുവരെ സുധാകരൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും സുധാകരന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് നേതാക്കൾക്കിടയിലുള്ളത്. ഏതെങ്കിലും തരത്തിൽ MP സ്ഥാനത്തിൽ നിന്ന് ഒരു രാജിവെച്ച് ഒറ്റയ്ക്ക് കണ്ണൂരിൽ മത്സരത്തിന് സുധാകരൻ ഇറങ്ങുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇക്കാര്യത്തിൽ നേതൃത്വത്തിനും വലിയ ആശങ്കയുണ്ട്. ഏതായാലും സുധാകരൻ ഇന്ന് നിലപാട് വ്യക്തമാക്കാൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ ഘട്ടത്തിലായിരിക്കും സുധാകരന്റെ ഒരു തീരുമാനം. ഏതായാലും ഒരു അനുകൂലമായ തീരുമാനമില്ലാതെ കണ്ണൂരിലേക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കെ സുധാകരൻ ഉറച്ച് നിൽക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കണ്ണൂരിലെ കാര്യത്തിലും അതുപോലെ തന്നെ കോന്നിയുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു പക്ഷേ ഇത്തരത്തിൽ സുധാകരൻ കടുത്ത നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ ചെറിയ മയപ്പെടുത്തലുകൾക്ക് സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ കെ സുധാകരനും അടൂർ പ്രകാശിനും ഇളവ് നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് കെ സുധാകരന്റെ കാര്യത്തിൽ തന്നെയാണ് ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ഏതായാലും സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ സുധാകരന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ തവണ സുധാകരൻ ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങിയ ശേഷം ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് സുധാകരൻ അന്ന് പങ്കുവെക്കുകയും ചെയ്തത്. അന്ന് കണ്ണൂരുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ വൈകാരികമായ ബന്ധവും കോൺഗ്രസിനോടുള്ള ആ ഒരു അടുപ്പവും ഒക്കെയാണ് സുധാകരൻ അന്ന് തുറന്ന് പറഞ്ഞത്. അതിനപ്പുറത്തേക്കൊന്നും സുധാകരൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ പ്രചരിക്കുന്ന വാർത്തകളോട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോടൊന്നും സുധാകരൻ ഇതുവരെ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. ഏതായാലും ആ പരസ്യ പ്രതികരണം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും കണ്ണൂരിൽ മത്സരിക്കണമെന്ന നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാതെ തന്നെ സുധാകരൻ തുടരുകയാണ്. അതേസമയം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിപ്പോഴും രണ്ടാം ഘട്ടത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിലും ചില അനിശ്ചിതത്വങ്ങളുണ്ട്. ചർച്ചകൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ 55 പേരുടെ പട്ടിക കോൺഗ്രസ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇനി 38 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിക്കാനുള്ളത്. പക്ഷേ അതിൽ ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. എറണാകുളം, തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലുള്ള മണ്ഡലങ്ങളിലാണ് തർക്കം പ്രധാനമായും ഉള്ളത്. അതിൽ ഈ കൊച്ചി മണ്ഡലത്തിൽ ഒരു തർക്കം നിൽക്കുന്നത് അവിടെ മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം കെ.സി. വേണുഗോപാൽ ദീപ്തി മേരി വർഗീസ് അവിടെ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ രണ്ട് നേതാക്കളും രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരുമ്പാവൂർ സീറ്റിന്റെ കാര്യത്തിലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കേണ്ടതില്ല എന്ന് ഇന്നലെ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെ താൻ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുന്നപ്പള്ളിയും രംഗത്ത് വന്നിരുന്നു. പിന്നീട് കുന്നപ്പള്ളിയോട് ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയും കുന്നപ്പള്ളി ഡൽഹിയിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുമായും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ അതും ഒരു തീരുമാനമാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നെടുമങ്ങാട്, അരുവിക്കര മണ്ഡലങ്ങളിലും ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അരുവിക്കരയിൽ ശബരിനാഥനും അതുപോലെ തന്നെ VS ശിവകുമാറും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇപ്പോൾ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇന്ന് തന്നെ പരമാവധി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാവിലെയാണ് നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നിശ്ചയിച്ചിരുന്നത്. അത് വൈകുന്നേരത്തേക്ക് ഇപ്പോൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാനാണ് സാധ്യത. പല സീറ്റുകളിലും ഇപ്പോഴും തർക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ഇന്ന് ചേരും. എന്നാൽ ഈ ഒരു കണ്ണൂർ സീറ്റ് വേണമെന്ന നിലപാടിൽ തന്നെ കെ സുധാകരൻ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലപാട് വ്യക്തമാക്കാനായി സുധാകരൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.